നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ത്യാഗത്തിന്റെ സ്മരണ പുതുക്കി ഇസ്ലാം മത വിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു. മുൻ സഹപ്രവർത്തകരുടെ ശ്രമഫലമായി ചേർപ്പ് പടിഞ്ഞാട്ടുമുറി പണ്ടാരച്ചിറ 82 വയസ്സുള്ള ചേന്തനും കുടുംബത്തിനും ഇനി പുതിയതായി പണി കഴിപ്പിച്ച സ്നേഹവീട്ടിൽ കഴിയാം. ചേർപ്പ് CNN ഗേൾസ് LP സ്കൂളിലെ ജൈവ കാർഷിക പ്രവർത്തനങ്ങൾ അതിഥി തൊഴിലാളിയായ തമിഴ്നാട് സ്വദേശി വൈരം പച്ചക്കറി തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. മാലിന്യ ഇടങ്ങൾ സുഗന്ധപൂരിതമാക്കുന്നതിന്റെ ഭാഗമായി പാറളം പഞ്ചായത്തിലെ 9ാം വാർഡിൽ പൂത്തറയ്ക്കൽ പാടം പാതയോരത്ത് 1000 ചെണ്ടുമല്ലി തൈകൾ നട്ടുപിടിപ്പിക്കുകയാണ് പാറളം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ. വിശദമായ വാർത്തകളിലേക്ക്. ത്യാഗത്തിന്റെ സ്മരണ പുതുക്കി ഇസ്ലാം മത വിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു. പ്രവാചകനായ ഇബ്രാഹിം നബി തന്റെ ആദ്യ പുത്രനായ ഇസ്മായിലിനെ അല്ലാഹുവിന്റെ കൽപ്പന മാനിച്ച് ദൈവപ്രീതിക്കായി ബലിയെറുക്കാൻ ശ്രമിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് ബലിപ്പെരുന്നാൾ. ഇബ്രാഹിം നബിയുടെ അടിയുറച്ച വിശ്വാസത്തിന്റെ പ്രതീകമാണ് ബലിപ്പെരുന്നാൾ എന്നാണ് വിശ്വാസം. രാവിലെ പള്ളികളിൽ പെരുന്നാൾ നമസ്കാരം നടന്നു. ശേഷം ഉളുഹിയത്ത് കർമ്മവും നടന്നു. ചേർപ്പ് ചെറുചാനം ജുമാ മസ്ജിദിൽ മഹൽ ഖത്തീബ് ആമിൻ ഹുദവിയുടെ നേതൃത്വത്തിൽ വലിയ പെരുന്നാൾ നിസ്കാരം നടന്നു. കൊപ്രാക്കളം ബുസ്താൻ ക്യാമ്പസിൽ നടന്ന ഈദ്ഗാഹിൽ ഇസ്മയിൽ ബുസ്താനി നേതൃത്വം നൽകി. കാളമുറി മസ്ജിദുൽ മുബാറക്കിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ഇമാം MI അബ്ദുൽ ജലീൽ നേതൃത്വം നൽകി. കൂരിക്കുഴി ജുമാ മസ്ജിദിൽ ഖത്തീബ് മുഹമ്മദ് സാദിഖ് സഖാഫി, ചളിയങ്ങാട് ഹിദായത്തുൽ ഇസ്ലാം ജുമാ മസ്ജിദിൽ മുഹായുദ്ദീൻ കുട്ടി മുസ്ലിയാരും, ചന്ദ്രാപ്പന്നി CV സെന്റർ നൂറുൽ ഹുദ ജുമാ മസ്ജിദിൽ മുഹമ്മദ് റാഷിദ് റഹ്മാനിയും, കൂരിക്കുഴി സലാഫി മസ്ജിദിൽ ആസിഫ് ഇസ്ഹാഹി എന്നിവരും പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകി. ചേറ്റുവ മഹൽ ജുമാ മസ്ജിദിൽ ബലിപ്പെരുന്നാൾ നമസ്കാരം മഹൽ ഖത്തീബ് സലീം ഫൈസി അടിമാലി നേതൃത്വം നൽകി. പെരുന്നാളിന്റെ സവിശേഷതകളെ വിശദീകരിച്ചുകൊണ്ട് ഈദ് സന്ദേശം നൽകി. വിശ്വാസികൾ പരസ്പരം ആലിംഗനം ചെയ്തുകൊണ്ട് ഈദ് ആശംസകൾ കൈമാറി. തുടർന്ന് പ്രത്യേക കൂട്ടപ്രാർത്ഥന നടന്നു. മഹൽ പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് ഹാജി, സെക്രട്ടറി ഇബ്രാഹിം കുന്നത്തുംകായിൽ, നൌഷാദ് കൊട്ടിലെങ്ങിൽ, ES ഖാദർ, NH ജലീൽ, RP ജുനൈദ് എന്നിവർ നേതൃത്വം നൽകി. മുൻ സഹപ്രവർത്തകരുടെ ശ്രമഫലമായി ചേർപ്പ് പടിഞ്ഞാട്ടുമുറി പണ്ടാരച്ചിറ 82 വയസ്സുള്ള ചേന്തനും കുടുംബത്തിനും ഇനി പുതിയതായി പണി കഴിപ്പിച്ച സ്നേഹവീട്ടിൽ കഴിയാം. പൊതുമരാമത്ത് വകുപ്പ് റോഡ്സ് വിഭാഗത്തിൽ NRMR തസ്തികയിൽ നിന്ന് വിരമിച്ച ചേന്തന് കയറി കിടക്കാൻ പോലും ഇടമില്ലാത്ത സാഹചര്യത്തിലാണ് പൊതുമരാമത്ത് വകുപ്പിൽ നിന്ന് വിരമിച്ച സഹപ്രവർത്തകരും ഇപ്പോൾ സർവീസിലുള്ളവരും ചേർന്ന് ചേന്തന് വീട് നിർമ്മിച്ചു നൽകിയത്. കിഡ്നി രോഗബാധിതനായ ചേന്തൻ അസുഖബാധിതയായ ഭാര്യയ്ക്കൊപ്പം ഇടിഞ്ഞു വീഴാറായ വീട്ടിൽ വാടകയ്ക്കാണ് താമസിച്ചിരുന്നത്. 1.5 സെന്റ് സ്ഥലം മാത്രമുള്ള ചേന്തൻ ലൈഫ് പദ്ധതിയിൽ വീടിന് അപേക്ഷിച്ചെങ്കിലും സർക്കാർ പെൻഷൻ വാങ്ങുന്നതിനാൽ അപേക്ഷ നിരസിക്കപ്പെടുകയായിരുന്നു. തുച്ഛമായ തുകയാണ് പെൻഷൻ ലഭിച്ചിരുന്നത്. അതിവർക്ക് മരുന്നിന് പോലും തികഞ്ഞിരുന്നില്ല. ഇദ്ദേഹത്തിന്റെ 1.5 സെന്റ് സ്ഥലത്ത് 380 ചതുരശ്ര അടിയിൽ പണിത് നൽകിയ സ്നേഹവീട്ടിൽ ചെറിയ ഹാൾ, 2 കിടപ്പുമുറി, ശുചിമുറി, അടുക്കള എന്നിവയാണുള്ളത്. 5,58,319 രൂപ വീടിന് ചെലവ് വന്നു. ഞായറാഴ്ച നടന്ന വീടിന്റെ താക്കോൽദാനം പൊതുമരാമത്ത് വകുപ്പ് റിട്ടയർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷീന കുര്യൻ നിർവഹിച്ചു. റിട്ടയർഡ് അസിസ്റ്റന്റ് എഞ്ചിനീയർ MD വിൻസെന്റ് അധ്യക്ഷത വഹിച്ചു. വാർഡംഗം അൽഫോൺസ പോൾസൺ, ഉണ്ണികൃഷ്ണൻ, NK ശശിധരൻ, സതീഷ് കുമാർ, അശോകൻ, മനു എന്നിവർ സംസാരിച്ചു. ചേർപ്പ് CNN ഗേൾസ് LP സ്കൂളിലെ ജൈവ കാർഷിക പ്രവർത്തനങ്ങൾ അതിഥി തൊഴിലാളിയായ തമിഴ്നാട് സ്വദേശി വൈരം പച്ചക്കറി തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു.
വഴുതന, വെണ്ട, തക്കാളി എന്നിവയാണ് കൃഷി ചെയ്യുന്നത്. ഇവ സ്കൂളിലെ ഉച്ചഭക്ഷണ പദ്ധതിയിലേക്കാണ് ഉപയോഗിക്കുന്നത്. കൃഷി ക്ലബ് അംഗങ്ങളാണ് പരിപാലന ചുമതല. അധ്യാപകൻ AR രാജീവ് കുമാർ, അധ്യാപകരായ സുസ്മിത, കവിത ചന്ദ്രൻ, പ്രസന്ന എന്നിവർ നേതൃത്വം നൽകി. മാലിന്യ ഇടങ്ങൾ സുഗന്ധപൂരിതമാക്കുന്നതിന്റെ ഭാഗമായി പാറളം പഞ്ചായത്തിലെ 9-ാം വാർഡിൽ പൂത്തറയ്ക്കൽ പാടം പാതയോരത്ത് 1000 ചെണ്ടുമല്ലി തൈകൾ നട്ടുപിടിപ്പിക്കുകയാണ് പാറളം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ. പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ നിർവഹിച്ചു. ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് പോൾ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K പ്രമോദ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിദ്യാനന്ദനൻ എന്നിവർ പങ്കെടുത്തു. അപകടത്തിൽ പരിക്കേറ്റ് 8 മാസമായി ചികിത്സയിലായിരുന്ന ലോറി ഡ്രൈവർ മരിച്ചു. ആറാട്ടുപുഴ പല്ലിശ്ശേരി ചിറ്റേങ്ങരപ്പറമ്പിൽ രാമന്റെ മകൻ അയ്യപ്പദാസാണ് മരിച്ചത്. 52 വയസ്സായിരുന്നു. കഴിഞ്ഞ ഒക്ടോബർ 21-ന് ആലപ്പുഴ വണ്ടാനത്തായിരുന്നു അപകടം. കൊയ്ത്ത് യന്ത്രവുമായി പോയ അയ്യപ്പദാസിനെ അവിടെ റോഡിലൂടെ നടന്നു പോകവേ ബൈക്ക് ഇടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ് തളർന്ന ആശുപത്രിയിലും ശേഷം വീട്ടിലുമായി ചികിത്സയിലായിരുന്നു. ഭാര്യ സുമി, മക്കൾ ധന്യ, മണികണ്ഠൻ, സുബിൻ, മരുമകൻ ശരത്. അമ്മാടം കിഴക്കേ കപ്പേളയിൽ വിശുദ്ധ അന്തോണിസിന്റെ തിരുനാൾ ഭക്തി നിർഭരമായി ആഘോഷിച്ചു. ഞായറാഴ്ച വൈകിട്ട് 5:30-ന് അമ്മാടം പള്ളിയിൽ നിന്നും കപ്പേളയിലേക്ക് വളയെഴുന്നള്ളിപ്പും തുടർന്ന് ലതീഞ്ഞ നൊവേന, വിശുദ്ധന്റെ തിരുശേഷിപ്പ് തൊട്ടുവണങ്ങൾ, നേർച്ച പായസം വിതരണവും ഉണ്ടായി. തിരുനാൾ ചടങ്ങുകൾക്ക് നിരവധി ഭക്തർ പങ്കെടുത്തു. പ്രസിഡന്റ് PK പോൾ, സെക്രട്ടറി PV ജോസ്, ട്രഷറർ PO വിൽസൺ എന്നിവർ നേതൃത്വം നൽകി. സിംഫണി അക്കാദമി JKA കേരളയുടെ പുതിയ ബ്രാഞ്ച് ശ്രീകൃഷ്ണൻ എഴുത്തച്ഛൻ സ്മാരക മന്ദിരം ആനക്കല്ലിൽ പ്രവർത്തനം ആരംഭിച്ചു. അവണിശ്ശേരി പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VI ജോൺസൺ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രിയൻ അവണിശ്ശേരി, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് AB അനീഷ്, ഷീന ചന്ദ്രൻ, രാമകൃഷ്ണൻ, ദിലീപ്, രാജൻ എന്നിവരും JKA കേരളയിൽ നിന്നും ബ്ലാക്ക് നേടിയ വിദ്യാർത്ഥികളും ഒന്നിച്ചാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. കേരള ചീഫ് ഇൻസ്ട്രക്ടർ സെൻസായി സജീവ്, തൃശൂർ ജില്ലാ ചീഫ് ഇൻസ്ട്രക്ടർ സെൻസായി മണികണ്ഠൻ, സെക്രട്ടറി അമ്പിളി, നൃത്താധ്യാപിക അമൃത സുജയ്, JKA കമ്മിറ്റി അംഗങ്ങൾ എന്നിവരും പങ്കെടുത്തു. അതേപോലെ തന്നെ ലഹരി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വളരെ മോശകരമാണ്. അത്തരത്തിലുള്ള കാര്യത്തിൽ ഒരു അംശം പോലും നമ്മുടെ ശരീരത്തിലേക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന് എല്ലാ മുറകൾ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും അറിയാം. അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോകാതെ വരുന്നു. അതേപോലെ തന്നെ നമുക്ക് ഡിസിപ്ലിൻ വരുന്നു. സ്വാഭാവികമായിട്ട് നമ്മുടെ വീട്ടിലും അത്തരത്തിലുള്ള കാര്യങ്ങൾ മാതാപിതാക്കൾ ബഹുമാനിക്കുന്നു. ഇപ്പോൾ മാഷെ കാണുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ നമ്മുടെ അച്ഛനും അമ്മയെ കാണുമ്പോൾ നമ്മൾ അതിൻ്റെതായിട്ടുള്ള ഒരു സ്നേഹവും കരുതലും നമ്മൾ കൊടുക്കും. അപ്പൊ ഈ കരോട്ടയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകുന്ന കുട്ടികൾക്ക് വീടായിട്ട് ബന്ധമുണ്ടാവും, മാതാപിതാക്കളായിട്ട് ബന്ധമുണ്ടാവും, അതേപോലെ നമ്മുടെ വ്യക്തിപരമായിട്ട് ജീവിതത്തിൽ ഒരു കൃത്യനിഷ്ഠ. ഈ 3 കാര്യം നമ്മൾ ഈ ക്ലാസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിൽ പകരുന്നത്. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ശതദിന ഭാരത നൃത്തോത്സവത്തിന് സമാപനമായി. വിശ്വപ്രസിദ്ധരായ 13 നർത്തകർ കേരളത്തിൽ ആദ്യമായി ഒരു വേദിയിൽ ഒത്തുചേർന്നതോടെ ദേവസ്ഥാനം ശതദിന നൃത്തോത്സവം സമാപിച്ചു. 100 ദിവസം ഇവിടെ നൃത്തമാടിയത് 2200-ൽ പരം നർത്തകരാണ്. നർത്തകരെ വേദിയിൽ ആദരിച്ചു. ചിത്ര വിശ്വേശ്വരൻ, ഡോക്ടർ പത്മ സുബ്രഹ്മണ്യം, ഡോക്ടർ മല്ലിക സാറാബായി, ദർശന ജാവേരി, മഞ്ജു ഭാർഗവി, മൈസൂർ B നാഗരാജ്, കലാവിജയൻ, ഗോവിന്ദ സക്കിയ, വേണുജി കലാമണ്ഡലം, മേതിൽ ദേവിക, ഗോപിക വർമ്മ, പ്രൊഫസർ ലേഖ തങ്കച്ചി എന്നിവരെയാണ് ആദരിച്ചത്. ദേവസ്ഥാനാധിപതി ഉണ്ണിസ്വാമി, ട്രസ്റ്റിമാരായ വേണുഗോപാൽ, ദേവദാസ്, സ്വാമിനാഥൻ എന്നിവർ ചേർന്ന് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജയപ്രകാശ് ശർമ്മ, KG ഹരിദാസ്, MP സന്തോഷ് എന്നിവരാണ് നേതൃത്വം നൽകിയത്. ദേശീയപാത പുതുക്കാട് ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു. ഒരാൾക്ക് പരിക്കേറ്റു. മലപ്പുറം പാലപ്പെട്ടി സ്വദേശി പെരുവത്ത് മജീദിന്റെ മകൻ 20 വയസ്സുള്ള മർസൂഖാണ് മരിച്ചത്. കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് അജ്മലിനെ പരിക്കുകളോടെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഞായറാഴ്ച രാത്രി 11 മണിയോടെയായിരുന്നു അപകടം. തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന ലോറിയിലിടിച്ച് നിയന്ത്രണം വിട്ട ബൈക്ക് റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. യാത്രക്കാരാണ് അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിൽ എത്തിച്ചത്. എറണാകുളത്ത് ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ് ചെയ്യുന്നവരാണ് ഇരുവരും. പെരുന്നാൾ ആഘോഷിക്കാൻ വീട്ടിൽ പോകുന്നതിനിടെയാണ് അപകടമുണ്ടായത്. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു.
കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് രണ്ടിടങ്ങളിൽ മോഷണം. സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടു. അഴീക്കോട് പുത്തൻപള്ളിക്ക് കിഴക്കുവശം കളറാട്ട് പ്രദേശത്താണ് മോഷണം നടന്നത്. കായ്പറമ്പിൽ ഗിരീഷിന്റെ വീടിന്റെ അടുക്കളവാതിൽ കുത്തി തുറന്നു കയറിയ മോഷ്ടാവ് സ്വീകരണ മുറിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഗിരീഷിന്റെ 2.5 വയസ്സുള്ള പേരക്കുട്ടിയുടെ മാലയും 2 വളകളും കവർന്നു. 2 പവൻ സ്വർണം നഷ്ടപ്പെട്ടതായി വീട്ടുകാർ പറഞ്ഞു. മൊബൈൽ ഫ്ലാഷ് ലൈറ്റ് കണ്ട് വീട്ടുകാർ ഉണർന്നുവെങ്കിലും മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടു. സമീപത്തുള്ള കുഴിക്കാട്ടെ ചന്ദ്രമതിയുടെ 1.25 പവൻ തൂക്കമുള്ള മാലയും മോഷ്ടാവ് കവർന്നു. ഇവിടെയും അടുക്കളവാതിൽ കുത്തി തുറന്നാണ് മോഷണം നടത്തിയത്. കഴുത്തിലുണ്ടായിരുന്ന മാല വലിച്ചു പൊട്ടിക്കുന്നതിനിടെ ചന്ദ്രമതി ഉണർന്ന് ബഹളം വെച്ചുവെങ്കിലും മോഷ്ടാവ് രക്ഷപ്പെടുകയായിരുന്നു. ഈ പ്രദേശത്ത് തന്നെ അയ്യാരിൽ മുഹമ്മദ് അലിയുടെ വീട്ടിൽ വാതിൽ കുത്തി തുറന്ന് മോഷണ ശ്രമം നടത്തി. തിങ്കളാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് മോഷണവും മോഷണ ശ്രമവും നടന്നത്. കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കൊടുങ്ങല്ലൂരിൽ ബസും ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ച് ബസ് യാത്രക്കാർക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. തിങ്കളാഴ്ച രാവിലെ 6:45 കൊടുങ്ങല്ലൂർ വടക്കേനടയിൽ സ്റ്റേറ്റ് ബാങ്കിന് മുൻവശത്തായിരുന്നു അപകടം. ഇരിങ്ങാലക്കുടയിൽ നിന്നും കൊടുങ്ങല്ലൂരിലേക്ക് വരികയായിരുന്ന നിമ്മിമോൾ എന്ന ബസും എറണാകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടാങ്കർ ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. പരിക്കേറ്റ 10-ലധികം പേർ കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി. ചേലക്കര സൂപ്പിപ്പടിയിൽ ഭാര്യഗൃഹത്തിൽ മകൾക്ക് പെരുന്നാൾ സമ്മാനം നൽകാനെത്തിയ പിതാവിന് ക്രൂരമർദ്ദനമേറ്റതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തായി. തിങ്കളാഴ്ച രാവിലെ 8 മണിയോടെയാണ് ദൃശ്യങ്ങൾ പ്രചരിച്ചത്. കഴിഞ്ഞ ദിവസം സൂപ്പിപ്പടിയിലെ ഭാര്യഗൃഹത്തിലെത്തിയ ചേലക്കോട് സ്വദേശി സുലൈമാൻ എന്ന യുവാവിനാണ് ബന്ധുക്കളിൽ നിന്ന് മർദ്ദനമേറ്റത്. വീട്ടുകാരുമായി കുറച്ചു നാളായി സുലൈമാൻ അകന്ന് താമസിക്കുകയായിരുന്നു. സുലൈമാന്റെ മകൾക്ക് പെരുന്നാൾ വസ്ത്രങ്ങളുമായി എത്തിയപ്പോൾ നടന്ന വാക്ക് തർക്കമാണ് സംഭവത്തിനിടയാക്കിയത്. ഗുരുതരമായി പരിക്കേറ്റ സുലൈമാനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വെങ്ങണിശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് ബോബൻ ചക്കാലക്കൽ നിര്യാതനായി. മുൻ അവടിശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും CPI നേതാവും വെങ്ങണിശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റുമായി ബോബൻ ചക്കാലക്കൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 63 വയസ്സായിരുന്നു. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6630 രൂപ, പവന് 53,040 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ത്യാഗത്തിന്റെ സ്മരണ പുതുക്കി ഇസ്ലാം മത വിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു. മുൻ സഹപ്രവർത്തകരുടെ ശ്രമഫലമായി ചേർപ്പ് പടിഞ്ഞാട്ടുമുറി പണ്ടാരച്ചിറ 82 വയസ്സുള്ള ചേന്തനും കുടുംബത്തിനും ഇനി പുതിയതായി പണികഴിപ്പിച്ച സ്നേഹവീട്ടിൽ കഴിയാം. ചേർപ്പ് CNN ഗേൾസ് LP സ്കൂളിലെ ജൈവ കാർഷിക പ്രവർത്തനങ്ങൾ അതിഥി തൊഴിലാളിയായ തമിഴ്നാട് സ്വദേശി വൈരം പച്ചക്കറി തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. മാലിന്യ ഇടങ്ങൾ സുഗന്ധപൂരിതമാക്കുന്നതിന്റെ ഭാഗമായി പാറളം പഞ്ചായത്തിലെ 9ാം വാർഡിൽ പൂത്തറയ്ക്കൽ പാടം പാതയോരത്ത് 1000 ചെണ്ടുമല്ലി തൈകൾ നട്ടുപിടിപ്പിക്കുകയാണ് പാറളം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.